Assalamu alaikum warahmatullahi wabarakatuh. Hi friends. This is Zaya. ഞങ്ങളെ ഫാമിലി ഫ്രണ്ടിന്റെ മോനാണ്. ഇത് സിയ. ഹായ്. ഞങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ വന്നിരിക്കുകയാണ്. ചിക്കൻ ഗ്രില്ലൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഗ്രില്ലിങ്ങിന് വേണ്ടിയുള്ള ചിക്കനെ ഞാൻ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ വലിയൊരു ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3-4 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ്, 3-4 പച്ചമുളക്, ഒരു വലിയ തക്കാളി, ഏകദേശം 10-20 എണ്ണത്തോളം ചെറിയുള്ളി ഇവ എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനെ നന്നായി ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കുകയോ ചെയ്യാം. അടുത്തതായി ഞാൻ 3 ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. ഇനി ഇതിലോട്ട് ഞാൻ മുളക് പൊടി ചേർക്കണം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രില്ലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അധികം സ്പൈസി വേണ്ടെങ്കിൽ നമുക്ക് പൊടിയുടെ അളവ് കുറക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 2 വലിയ നാരങ്ങ ഇവ എടുക്കാം. നാരങ്ങയെ നന്നായി പിഴിഞ്ഞൊഴിക്കണം. ഈ നാരങ്ങയെ പിഴിഞ്ഞൊഴിക്കാം. ഇതിന്റെ കുരുവെല്ലാം നമുക്ക് എടുത്തു മാറ്റാം. ഇതിനെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ചിക്കനെ ഞാൻ വലിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചിക്കനെ 8 പീസാക്കിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടെ തന്നെയാണ് ചിക്കനെ എടുത്തിട്ടുള്ളത്. ചിക്കനെ നെടുകെ മുറിച്ചു കൊടുക്കുകയോടെ ചെയ്തിട്ടുണ്ട്. മസാലയെല്ലാം ഉള്ളിലോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഇനി ഈ ചിക്കന്റെ ഓരോ പീസ് എടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഓരോ പീസും എടുത്ത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓരോ പീസും നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ മസാലയും ചിക്കനിൽ പിടിക്കണം. ഇങ്ങനെ ഞാൻ എല്ലാ ചിക്കൻ പീസസും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർക്കാം. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കണം. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ചേർത്താൽ ഒന്നുകൂടെ നന്നാവും നമ്മുടെ ചിക്കൻ ചാർക്കോൾ അല്ലെങ്കിൽ ചിക്കൻ ഗ്രിൽ. ഇതിന് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. 3-4 മണിക്കൂർ വെക്കാൻ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ആഴ്ചത്തെ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ഇതിനെ മാരിനേറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ബൽദിയ മാർക്കറ്റിൽ പോയിരുന്നു. ബൽദിയ മാർക്കറ്റിൽ പോയതിന്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ ഫാമിലി ഗെറ്റ് ടുഗദറും ഗ്രില്ലിങ്ങും എല്ലാം. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധികം ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. പേപ്പർ വെള്ളത്തിൽ മുക്കിട്ട് അതിനാക്കി വെച്ചിരിക്കുകയാണ്. കിട്ടി അതില്ലേ ക്രീം പേപ്പർ അറിയോ? ആ ടിഷ്യൂ പോലത്തെ പേപ്പർ, അത് വെള്ളത്തിലിട്ടിട്ട് അമ്മ ഇതിന്റെ കളർ ഇതുപോലെ ആയി. വെറുതെ സ്കൂളിൽ നിന്ന് ചെയ്തതാ. പുതിയ സാധനം ഷൂട്ട് ചെയ്തത്. ഇതാണ് മറ്റേ ഓയിൽ ഒഴിക്കുന്നതിന് പകരം ഒഴിക്കുന്ന വെജിറ്റബിൾ ഓയിലും അങ്ങനെ കൂടിയ എന്തൊക്കെയോ കൂടിയ സാധനങ്ങളാണ്. ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രില്ലിങ്ങിന് ലേഡീസിന് വലിയ റോളൊന്നുമില്ല, കഴിക്കാൻ മാത്രം പോയാൽ മതി. ബാക്കിയുള്ള ഗ്രില്ലിംഗ് എല്ലാം ജെന്റ്സ് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് സംസാരിച്ചിരുന്നാൽ മതി. ചാർക്കോൾ കത്തിക്കുകയാണ്.
കത്തുന്ന ബിസ്ക്കറ്റ്. ആദ്യമെല്ലാം ഞങ്ങൾ പാർക്കിലാണ് ഗ്രില്ലിങ്ങിന് പോയിരുന്നത്. ഇവരുടെ വീടിന്റെ പുറത്ത് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഇവരുടെ വീട്ടിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഫ്രഷ് സാധനങ്ങളാണ് അങ്ങനെ നല്ല ഫ്രഷ് സാധനങ്ങൾ ഇല്ല. ചാർക്കോളെല്ലാം ഒരുവിധം കത്തി വരുന്നുണ്ട്. കൊറേ ടോയ്സ് എടുത്തിട്ട് സ്ക്രൂ ഇട്ടിട്ട് അയച്ചിട്ട് ബാറ്റ് ഇടും മെനു. കുട്ടികളെല്ലാം കളിക്കുകയാണ്. Zai? Hi. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ചിക്കനെ ഗ്രില്ലിന്റെ മുകളിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. രണ്ട് ഗ്രില്ലിലായിട്ടാണ് ഞങ്ങൾ ചിക്കനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് ഇരുന്ന് നന്നായി കുക്കായി വരട്ടെ. ഞാൻ ചിക്കൻ കസാര എടുത്തോണ്ടാ നല്ല വൈറ്റ് കസാര ചെയർ കണ്ട് നമ്മൾ നട്ടത് തൊപ്പിയിലാണ്. ഹായ്, ഇത് നട്ടത് തൊപ്പിയിൽ. ഇവർക്ക് ഇവിടെ ചെറിയൊരു കിച്ചൺ ഗാർഡൻ ഒക്കെ ഉണ്ട്, കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് പയറിങ്ങനെ ആയതാണ്. നമ്മുടെ ചിക്കൻ ചാർക്കോൾ അല്ലെങ്കിൽ ചിക്കൻ ഗ്രിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇനി അടുത്ത ബഞ്ച് ഗ്രില്ല് റെഡി ആക്കുകയാണ്. ഇവരെ നമുക്ക് കംപ്ലീറ്റ് കിട്ടണം. എല്ലാം ആയിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. നമുക്ക് മേലാണ്. ഇന്നത്തെ ചിക്കൻ ചാർക്കോൾ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ ചാർക്കോളിന്റെ വേറൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു ടേസ്റ്റിലാണ് ആ ഡിഷ്, വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. രണ്ടും നമുക്ക് പല രീതിയിലും മസാലകൾ റെഡിയാക്കി എടുക്കാം. ഓ അധികം കാല് കുറേയുള്ള പോലെ നമുക്ക് ഇത് സാദിന്റെ ക്രിയേഷൻ ആണ്. സാദ് നല്ല ക്രിയേറ്റീവ് ആണ്. അവൻ നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും. എയറോപ്ലെയിനും ഹെലികോപ്റ്ററും അതില്ല, ഇതാണ് സിയയും തന്നെ നന്നായി വരയ്ക്കും.
സൈഡും കൂടെ ആവുമ്പോഴേ ചിക്കൻ ചാർക്കോള് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടുള്ളത് കുബൂസ് തന്നെയാണ്. കുബൂസിന്റെ കൂടെ ഹമ്മസും ഗാർലിക് പേസ്റ്റും എല്ലാം ഉണ്ട്. വീടിന്റെ പുറത്ത് കാർപ്പറ്റ് വിരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ ഫാമിലി ഗെറ്റ് ടുഗദറിലെ ഫൈനൽ ഭാഗമായിട്ടുള്ള ഡിന്നറിലോട്ട് കിടക്കാണ്. ഡിന്നർ ആയിട്ടുള്ള നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഫാമിലി ഗെറ്റ് ടുഗദർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും ബ്ലോഗ്സും വീഡിയോസും എല്ലാമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സ്മൂത്താ